മേക്കേഴ്സ് ആഴങ്ങളിൽ മനസ്സ് പറയുകയാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ള 2 അതിഥികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പരിചയപ്പെടുത്താൻ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തെ നമ്മുടെ മുന്നിലുള്ളത് ക്രിസ് വേണുഗോപാൽ, അയിലൂർ വേണുഗോപാൽ കൃഷ്ണൻ, ദിവ്യ ശ്രീധർ. കുറച്ചും കൂടി ഇപ്പൊ മാറ്റി പറയുകയാണെങ്കിൽ ദിവ്യ കൃഷ്ണൻ എന്ന് പറയട്ടെ. ഇല്ല, അതിലൊരു കാര്യമുണ്ട്. കല്യാണം കഴിയുന്നതിന് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ദിവ്യ ശ്രീധർ ആയിരിക്കണം. ആ ഇൻഡിവിജ്വാലിറ്റി കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ജീവിതത്തിൽ വന്നതുകൊണ്ട് പേരും ജീവിതവും എല്ലാം മാറ്റി വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഷീ ഹാസ് ടു ബി ഹെർസെൽഫ്. നല്ല ആറ്റിറ്റ്യൂഡാണ്. എന്റെ പേരിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പേരിന്റെ സർനെയിം ഒന്നും മാറ്റുകയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും ചോദിക്കും, ഞാൻ പറയും എന്റെ സർനെയിം അപ്പോഴും മേനനായിരുന്നു, പിന്നെയും അങ്ങനെ ആയിപ്പോയി, അല്ലാതെ ഞാനായിട്ട് മാറ്റില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു ഇത്രയും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവാണെന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ കേട്ടോ. ഞാൻ ചോദിച്ചു, ഞാൻ ചുമ്മാ എഴുതുമ്പോ കൂടി എന്റെ അടുത്ത് പറയുന്നത് അവിടെ അച്ഛന്റെ പേരിട്ടാ മതി. അതൊരു അത് ആ ചോദിച്ചു എന്നുള്ളത് ദിവ്യയുടെ മനസ്സിലെ നന്മയും സന്തോഷവും. അങ്ങനെ ഒരു ഉത്തരം ക്രിസ് പറഞ്ഞു എന്നുള്ളത് ക്രിസിന്റെ മനസ്സിന്റെ വലിപ്പം. ഫെമിനിസം ഒരു മെയിൽ ഷോവനിസം അങ്ങനെയുള്ള ഇതിലെ കാറ്റഗറിയിൽ മാറ്റുന്നതിന് പകരം ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ഒരു കാര്യം. അതായത് ഇത്രയും കാലം ഇൻഡസ്ട്രി അറിഞ്ഞിരുന്ന ദിവ്യ ശ്രീധർ സഡൻ ആയിട്ട് ഒരു ദിവസം ദിവ്യ ക്രിസ് ആവേണ്ട ആവശ്യമില്ല. ദിവ്യ ശ്രീധറായിട്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒരു രസത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവക്കാരായിട്ടുള്ളവര് ഉണ്ടാവാം, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അവര് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് അവരെ നോവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് എടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ശരിയല്ലേ ക്രിസ്? ഇതില് നമ്മള് പൊതുവെ വീട്ടിലൊക്കെ സംസാരം ഉണ്ടാവുമ്പോ ആരെങ്കിലൊക്കെ പറയും, അവൻ പണക്കാരനായത് എങ്ങനെയാണെന്നറിയാം, അവൻ റോഡിൽ നിൽക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു പെട്ടി കിട്ടി, ആ പെട്ടിക്കകത്ത് മുഴുവനും ഗോൾഡ് ബിസ്ക്കറ്റ് ആയിരുന്നു, അവൻ ഓവർനൈറ്റ് അവൻ പണക്കാരൻ. അപ്പൊ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ റോഡിൽ പോയി നിൽക്കൂ, എവിടെയാണോ ഈ പെട്ടി വീഴുന്നത് അവിടെ പോയി നിൽക്കൂ, എന്നിട്ടായി കാണിക്കൂ. കാരണം there is a story of struggle between that. ഈ പെട്ടി കിട്ടി എന്ന് പറയുന്ന ആള് എത്ര കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയില്ല. അപ്പൊ പച്ചയ്ക്ക് പറയും അവൻ കള്ളക്കടത്തി, എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കും. അപ്പൊ അതേപോലെ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് എന്റെ വ്യക്തി ജീവിതം ആൾക്കാർക്ക് കുറ്റം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ദിവ്യയോട് ആരും ചോദിച്ചില്ല കല്യാണം കഴിച്ച ഒരു ജീവിതം തരാമെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ പറയാൻ ധൈര്യമില്ലാത്തവരെ കമന്റ് ചെയ്തിട്ട് എനിക്ക് ഐ ഡോണ്ട് റിയലി തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഈവൻ ലുക്ക് അറ്റ് ഇറ്റ്. കാരണം അവർക്ക് മലയാളികൾ പൊതുവെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ 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 എന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരു നല്ലത് വന്നു കഴിഞ്ഞാൽ ഒരു സ്കെപ്റ്റിക്കൽ ആയിട്ടാണ് പിന്നെ അതിനെ കാണുന്നത്. ഡയലോഗ് മാറുന്നില്ല. ഇതിപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണത്തിന് മുന്നേ കാമുകയും കാമുകനും പപ്പി എന്ന് വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ആ പട്ടി എന്ന് വിളിക്കുന്നത് ഒന്ന് തന്നെയാണ്. കാരണം മൃഗം മാറുന്നില്ല. അതേപോലെ വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറയുന്നത് നന്നായി കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ അതേ വേർഡ് തന്നെ, ആർക്കും സഹിക്കാൻ പറ്റില്ല. അതെ, ക്രിസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ പല ഇന്റർവ്യൂവിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ക്രിസിനെ പേഴ്സണലായിട്ട് കഴിഞ്ഞ ഒരു 20-ലേറെ വർഷക്കാലമായിട്ട് മോർ ദാൻ 25 years എന്ന് വേണമെങ്കിൽ അറിയാം. ക്രിസ് എന്താ പറയാ, അന്ന് ലോ കഴിഞ്ഞിട്ടാണോ റേഡിയോക്ക് പോകുന്നതിന് മുന്നെയാണ് ദുബായിലേക്ക് റേഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ക്രിസ്. എഞ്ചിനീയറിംഗും ഒരു PGDPM മാത്രം കഴിഞ്ഞ സമയത്തുള്ള ക്രിസിനെയാണ് എന്റെ ഓർമ്മ. ആ ഓർമ്മയിലുള്ള ക്രിസിന് അതിമനോഹരമായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന നല്ല അവതാരകൻ. അതുപോലെ തന്നെ വോയിസ് കോച്ച് അല്ലെ, വോയിസ് കോച്ചിങ് ചെയ്തിരുന്നു. അതിനുശേഷം ഹിപ്നോതെറാപ്പി പഠിച്ചില്ലേ അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആയി. പിന്നീട് ലോ പഠിച്ച് ലിറ്റിഗേഷൻ, അതായത് നിയമജ്ഞനായി, വക്കീലായി. നിയമജ്ഞനും വക്കീലും രണ്ടാണ്. വക്കീൽ പ്രൊഫഷനും ചെയ്തു. ഇങ്ങനെ പല മേഖലകളിൽ ക്രിസ് എൻഗേജ്ഡ് ആയിരുന്നു. ദിവ്യക്ക് അറിയാമായിരിക്കും ഇതൊക്കെ, പക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും ഇത് അറിയില്ലായിരിക്കാം. ക്രിസിനെ പെട്ടെന്ന് ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ ഇന്ന സീരിയലിൽ അഭിനയിക്കുന്നയാൾ, ഇന്ന കാര്യത്തിൽ മോഡൽ ചെയ്ത ആള് എന്ന് മാത്രമായിരിക്കും പറയാം. പക്ഷെ ക്രിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ എഴുതി ചേർക്കാനായിട്ടുള്ള ഡിഗ്രികളുടെയും അതുപോലെ തന്നെ ടാലന്റുകളുടെയും സ്കില്ലുകളുടെയും ഒരു നീണ്ട നിരയുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ഡിഫറൻസും കൂടെ ആഡ് ചെയ്യാം. ഡിഫറൻസോ? കാരണം ആർക്ക് വേണമെങ്കിലും ഒരു
ഡിഗ്രിയോ സർട്ടിഫിക്കേഷനോ ഡിപ്ലോമയോ എല്ലാം എഴുതിയെടുക്കാം. അതൊന്നും വലിയ കാര്യമല്ല. അതും എസ്പെഷ്യലി ഈ കാലത്ത് AI ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടാവുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പഠിക്കുന്നതോ അത് പ്രയോഗിക്കുന്നതോ അതെല്ലാം ഒരു വ്യക്തിയുടെ ആഗ്രഹം. എനിക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ 1 വർഷം കഴിഞ്ഞു, ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ മക്കള് മുത്തും ദേവയും അവര് ഞാൻ നല്ല അച്ഛനാണെന്ന് എപ്പോൾ പറയുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി. കുഞ്ഞുമോക്ക് ഞാൻ എപ്പോഴാണോ നല്ലൊരു ഹസ്ബൻഡ് ആവുന്നത്, കുഞ്ഞുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് സംസാരിക്കാൻ എനിക്ക് പേടി തോന്നുന്നു. ആ പേടി എന്ന് മാറുന്നു അന്ന് ഞാൻ നല്ലവനായി. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പഠിച്ചാലും നമുക്ക് കിട്ടില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ ഒരു കോഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ റെഡിയാണ്. ക്രിസ് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ക്രിസിന്റെ പൊൻതൂവലുകളാണ് ഇതൊക്കെ. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് നല്ല ഭർത്താവുക, നല്ല അച്ഛനാവുക, ആത്യന്തികമായിട്ട് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുതെന്നാണ് ക്രിസ് പറഞ്ഞത്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കുഞ്ഞുമോളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ നല്ല കാര്യങ്ങൾ 20 ദിവസം ഓർമ്മ നിൽക്കും, വിഷമങ്ങൾ 20 വർഷം ഓർമ്മ നിൽക്കും. അപ്പൊ എല്ലാ 20 ദിവസവും എന്തെങ്കിലും നല്ലത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാലേ 20 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ വിഷമങ്ങൾ മാറി എന്റെ ലൈഫിൽ നല്ലതുണ്ടായി എന്ന് തോന്നുള്ളൂ. അപ്പൊ ഈ 20 ദിവസത്തിൽ ഒരു പുതിയൊരു സർപ്രൈസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് ടെനുവസ്. പക്ഷെ അത്രയും ആഗ്രഹങ്ങൾ കുഞ്ഞുമോക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഈ ദിവ്യ എന്ന് പറയുന്ന ക്രിസിന്റെ കുഞ്ഞുമോളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ദിവ്യ ഒരു എന്താ പറയാ, ഞാൻ അറിഞ്ഞിടത്തോളം ദിവ്യ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെത്തി, കണ്ണൂരുകാരിയാണ്, തിരുവനന്തപുരത്തെത്തി 2 കുഞ്ഞുങ്ങളെയും വളർത്തി ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷെ വളരെ ഇന്നസെന്റാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടോ. സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ദിവ്യ സംസാരിക്കുമ്പോൾ തന്നെ ദിവ്യ എല്ലാവരോടും ആ ഒരു റെസ്പെക്റ്റിലാണ്. എവിടെയോ ദിവ്യക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി, അയ്യോ എനിക്ക് ഇവരുടെ അത്രയും ഉള്ള ഒരു ഇന്റലിജൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഇവരെ പോലെ ഇല്ലേ ദിവ്യ, സത്യമല്ലേ ഞാൻ പറയണേ, അങ്ങനെ ഒരു തോന്നല് കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞാൻ 50 എപ്പിസോഡ് ഞാൻ സീരിയലിന് ഞാൻ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ദിവ്യ കല്യാണം കഴിക്കുന്നത് കാണുന്നത് നമ്മളെല്ലാവരും ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും അത്ഭുതത്തോടെ നോക്കി കാണുന്ന ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട കഥ എനിക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ തീരുമാനം എടുത്തല്ലോ, ഇത്രയും ഇന്റലിജന്റും ഔട്ട് ഗോയിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയ്യോ ഞാൻ ഇയാൾക്ക് എങ്ങനെയായിരിക്കും ചേരുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ദിവ്യക്ക്. അതൊന്ന് പറയോ? അതല്ല, ഞാന് അതിന് മുന്നേ ഞാൻ പല സെറ്റിലും ഞാൻ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞ് എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് മെച്ചുവേർഡായിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ച് നമ്മളെ ഏച്ചിക്ക് ഇപ്പൊ എന്നെ അറിയാം, സെറ്റിൽ ഉണ്ടാവുന്ന ഞാൻ എങ്ങനെ ആയിരുന്നു അറിയാം. ഒരു എന്താണ് ഒന്ന് രാത്രി ആവുമ്പോൾ എങ്ങനെ വീട്ടിലെത്തിപ്പെടാം എന്നറിയുന്ന എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യ. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള മനസ്സിനക്കരെ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്റർവ്യൂ ചെയ്തവര്. ദിവ്യ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞാല് ദിവ്യ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. എന്താ വെച്ചാല് ദിവ്യയുടെ മകൻ സ്കൂളിൽ നിന്ന് വരും. അന്ന് അവന് എത്ര വയസ്സാണ്? 5 വയസ്സ് അല്ലെ, 4-5 വയസ്സ്, അത്രേ ഉള്ളൂ, 4-5 വയസ്സ്. അപ്പോ ആ മോൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ വിശന്ന് വീട് തുറന്നു കയറണം. 4 വയസ്സുള്ള കുട്ടിയാന്ന് ഓർക്കണേ. ഒരു വീടിന്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നതെന്ന്, ശരിയല്ലേ? പഠിക്കാൻ പോവാ. അപ്പൊ വീട്ടിൽ വന്ന് കേറിയിട്ട് അവൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് രാവിലെ ദിവ്യ പോരുമ്പോ എടുത്തു വെച്ച ഭക്ഷണം അവൻ കഴിച്ച് അവനെ കാത്തിരിക്കുകയാണ് അവിടെ. അമ്മ ഇപ്പൊ വരും. ഇപ്പൊ ഒരു 2 മണിക്കൂർ കൂടുമ്പോ അവന്റെ ഫോൺ വരും, അല്ലെ? ഓർമ്മയുണ്ട്? അമ്മ ഇറങ്ങിയോ, അമ്മ വന്നോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ ദിവ്യ നിൽക്കുമ്പോ ചിലപ്പോ ആ ഷോട്ട് എന്ന് പറയുന്നത് വേറൊരു തരം എന്തെങ്കിലും ചിലപ്പോൾ റഫായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് അങ്ങനെയുള്ള മൂഡിൽ നിൽക്കുന്നതായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ദിവ്യയുടെ കണ്ണ് നിറയുന്നതും തിരിഞ്ഞു നിന്ന് കണ്ണ് നിറയുന്നതും ഇത് സ്വിച്ച് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ദിവ്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇങ്ങനെ പുറത്തോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്, അല്ലെ ദിവ്യ? ദിവ്യ ഇത് പറയുമ്പോ തന്നെ കണ്ണു നിറയുന്നത് ദിവ്യക്ക്. അത് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്, എന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ, എന്റെ അവസ്ഥ അറിയുന്നവർക്ക്. പറഞ്ഞുണ്ടാക്കാൻ പലർക്കും പലതും പറ്റും, അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞത് അഖിലേഷ് സാറിനെ കുറിച്ചാണ്. അഖിലേഷ് സാറ് നമ്മളെ മനസ്സിലാക്കിയ സെറ്റില് ഉണ്ടാവുമ്പോ അറിയാം എന്റെ അവസ്ഥ. എനിക്ക് ഈ വെപ്രാളം ചില സമയത്ത് ഞാൻ സെറ്റിൽ പലപ്പോഴും വീണിട്ടുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വീണിട്ടുണ്ട്. അതെ. അപ്പൊ അഖിലേഷ് സാറ് ഞാൻ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ക്ഷീണം, ടെൻഷൻ കൊണ്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ദിവ്യക്ക്. അപ്പൊ പിന്നെ
സാറ് പറയും നീ മക്കളെ വിളിച്ചോണ്ട് വാ, കുഴപ്പമില്ല, ഫുഡല്ലേ ഇവിടെ കൊണ്ടുപോവാ, ആരും പറയാനില്ല ഉച്ചക്കത്തെ ഫുഡോ രാത്രിക്ക്. ഞാൻ ഈ രാത്രിക്കത്തെ ഫുഡ് കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കളാണ്. എനിക്കറിയാം, കൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് കഴിക്കാൻ. ആ ഒരു അവസ്ഥയാണ് എന്റെ. എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്, ദിവ്യ നമുക്ക് സെറ്റിൽ നിന്ന് എല്ലാവരും ഹോട്ടൽ റൂംസിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വേണ്ടെങ്കിൽ ആ ഫുഡ് ഞാൻ ചോദിക്കും വേണോ എന്ന്. ഫുഡില്ല ഞാൻ കൊണ്ടു. അത് മാത്രല്ല, ആദ്യത്തെ വണ്ടിയിൽ തന്നെ ദിവ്യ പോവാൻ ശ്രമിക്കും. കാരണം ദിവ്യക്ക് പറയാൻ പറ്റില്ല, സീനിയോറിറ്റി വെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആദ്യത്തെ ട്രിപ്പിൽ വിടുക. പക്ഷെ ദിവ്യ ഇങ്ങനെ പറയും, എന്നെ ഒന്ന് വിടാമോ, ആർക്കാണ് ഫുഡ് വേണ്ടാത്തത്, ആ ഫുഡും കൂടി എനിക്ക് തന്നേക്കും എന്ന് പറയുമ്പോൾ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സെറ്റിൽ അത് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അങ്ങനെ മക്കളെ നോക്കിയ ഒരു അമ്മയാണിത്. അത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുമ്പോ എനിക്ക് അത്ര പൊള്ളുന്നത്. അതെ, എന്തെങ്കിലും പറയുമ്പോ പൊള്ളുന്നത് അതുകൊണ്ടാണ്. രണ്ട് രീതിയിലും. ഇപ്പോ സോറി, മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അത് ഞാനാണെങ്കിൽ പോലും അവരുടെ നന്മയ്ക്ക് ഞാൻ പറയുമ്പോൾ പോലും ഈ പരുന്തിൽ നിന്നും അമ്മക്കോഴി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോണ പോലെ കവറപ്പ് ചെയ്യാൻ വരുന്ന ദിവ്യ എനിക്കറിയാം. അത് ഇപ്പോഴും അപ്പൊ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ കുട്ടികൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അത്ര നല്ല അമ്മയാണെന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടാവും. എന്ത് വന്നാലും അവരെ നോക്കാൻ അമ്മയുണ്ട്, അപ്പൊ ഞാൻ കൂടെ നിന്നാ മതി, ഒരു സപ്പോർട്ടായിട്ട് നിന്നാ മതി എന്നുള്ള ധൈര്യം. തീർച്ചയായിട്ടും ക്രിസ് ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. അതൊരിക്കലും അത് എനിക്ക് വിശ്വാസമില്ല. ഇല്ല, എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങള് കല്യാണത്തിന് മുന്നേ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ അപ്പാന്ന് വിളിച്ചിരുന്നത് അത് അത്രത്തോളം ആത്മാർത്ഥ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അച്ഛനാവാൻ കഴിയണം. ഇപ്പോ എല്ലാ പുരുഷന്മാരുടെയും മനസ്സിനകത്ത് ഒരു അമ്മയും കൂടിയുണ്ട്. അപ്പോ ചില സമയത്ത് കുഞ്ഞുമോള് സ്ട്രെസ്ഡ് ആണെന്ന് പറയുമ്പോൾ കുഞ്ഞുമോളുടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ആ ഒരു ധൈര്യം എനിക്ക് എന്തായാലും എന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കുഞ്ഞുമോക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോൾ ഇനി വർഷങ്ങൾ എടുത്തെന്ന് വരും. ഐ ഡോണ്ട് നോ. അത് സാരില്ല, അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പൊ അതില് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ അമ്മയ്ക്ക് എന്താണ് ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് മതി. അതായത് ദേ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുക. അതായത് മക്കൾ വലുതാവുമ്പോൾ അവർ മനസ്സിലാക്കില്ല അമ്മയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോകുന്നുള്ളത്. അപ്പൊ എന്റെ ഇതിൽ പോലും ഞാൻ പല സമയത്തും അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം അമ്മയുടെ മനസ്സ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് സോൾവ് ചെയ്യും. അപ്പൊ അത് മക്കൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. 19 വയസ്സും 10 വയസ്സും എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളാണ് അവര്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും വർക്ക് ഡസ് നോട്ട് അലൗ മീ. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം എന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ ആ ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ അല്ലാന്നോ. അതെനിക്ക് കണ്ണിൽ കണ്ടാ അറിയാം. അതുകൊണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും കോൾ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വീഡിയോ കോൾ ആയിരിക്കും. കാരണം ഞാൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എനിക്ക് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഓക്കെ ആണോ അല്ലേന്ന് അറിയാം. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യും, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാം, വെറുതെയാ. അപ്പൊ അത് ആസ് എ പേഴ്സൺ എനിക്കത് മനസ്സിലാവും. ബാക്കില് കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റുണ്ടായോ ശരി. അപ്പൊ ഐ എം റിയലി ഇൻ എ ഫാമിലി. ഞാനൊരു അച്ഛനാണ്, എനിക്ക് എന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് സമയമില്ല. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം. അതുകൊണ്ട് നാട്ടുകാർ എന്ത് വേണേ പറഞ്ഞോട്ടെ. അവരുടെ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അവർക്ക് അതുവരെ, അതായത് ക്രിസ് അവരുടെ ലൈഫിലേക്ക് അച്ഛനായിട്ട് വരുന്നത് വരെ ഒരുപാട് കാലം അവർക്ക് അമ്മ മാത്രമായിരുന്നു, അച്ഛനും അമ്മയും. അല്ലേ ദിവ്യ? അച്ഛനും അമ്മയും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം. പക്ഷെ അതേ സമയം തന്നെ ഞാൻ നെഗറ്റീവായിട്ടല്ല, ഒരു പേടി ഉണ്ടാവും. ഞാൻ തുറന്നു പറയാട്ടോ. ഇപ്പൊ പുതിയൊരാള് അമ്മയുടെ സ്നേഹം ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു, അങ്ങനെ സാധാരണ എന്റെ മക്കളുടെ കാര്യം ഞാൻ പറയാം. എന്റെ മക്കൾക്ക് ഞാൻ കുഞ്ഞുമോളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. കാരണം അവര് കുഞ്ഞിനെ പോലെ നോക്കി നടക്കുന്ന അമ്മയാണ്. അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അമ്മേനെ. അപ്പൊ ഞാൻ കാരണം എങ്ങാനും ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മക്കളാണ്. പക്ഷെ അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. അതെ ദിവ്യ, ഇപ്പൊ ക്രിസ് ഇത് പറഞ്ഞു, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യക്ക് എല്ലാം ഈ 2 മക്കളായിരുന്നു. അപ്പോൾ ദിവ്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാം, എനിക്കൊരു നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയും അങ്ങനെയാണ്. എല്ലാം സിനിമ എന്ന് പറയണോ സീരിയൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രി മോശമാണെന്നോ അല്ലെങ്കിൽ IT എന്നുള്ളതാണെന്നല്ല, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ കേരളത്തില് ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകള് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എന്തൊക്കെ ഇപ്പൊ പണമുണ്ടെന്ന് പറഞ്ഞാലും
എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കരിയർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഫെയിം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്കായിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സമൂഹമുണ്ട്. അങ്ങനെ ആ ടാർഗറ്റിന്റെ മുൾമുനയിൽ നിന്ന ഒരാളാണ് ദിവ്യ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആളെ നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് റൈറ്റ് പേഴ്സൺ. ആദ്യം ഒരു അബദ്ധം പറ്റി, ഇനി ആ അബദ്ധം ഒരിക്കലും പറ്റരുതെന്ന് വിചാരിച്ചാണ് ക്രിസ് എനിക്ക് തോന്നുന്നു ദിവ്യ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നോ സത്യത്തിൽ? അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ദിവ്യ പറയൂ. അല്ല, ഞാന് പറഞ്ഞില്ലേ ചേച്ചി, ഇതുപോലെ തന്നെ എനിക്ക് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ സപ്പോർട്ടിന് വേണം നമുക്ക്, അല്ലാണ്ട് നമ്മളെ മുതലെടുക്കാൻ വേണ്ടി ഒരാളെ ജീവിതത്തിലേക്ക് വരരുത്. അതുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താണ്, നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്ന നിൽക്കുമ്പോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വേറെയാ. നമ്മളാണെങ്കിൽ പൊട്ടന്മാര് സ്നേഹത്തിന് വേണ്ടി അല്ലേ, നമ്മൾ പെണ്ണെന്ന് പറയുന്ന വർഗം അങ്ങനെയാ. ആണുങ്ങൾ ഒരു സ്നേഹം കിട്ടാത്തവര് ഒരു സ്നേഹം ആരെങ്കിലും തരുവോ എന്ന് വെച്ചാൽ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയും, അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് സ്നേഹിക്കലേ. എല്ലാരും അനുഭവം ഇതായിരിക്കും, പക്ഷെ ആരും തുറന്ന് പറയില്ല എന്ന് മാത്രം. അവൻ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ എന്നെ, ആടാ ഒരു 5000 ഉണ്ടാ, അയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാ, അവിടെ അതിയാന്ന് കടമുണ്ടാ. അപ്പൊ നമ്മളെന്താ പറയാ, അത് നോക്കൂ, നമ്മള് കടം വാങ്ങി അങ്ങോട്ട് കൊടുക്കുക, സ്നേഹമല്ലേ കിട്ടുന്നത്, കയ്യിലെ വളയൂരി കൊടുക്കും. അതാണ് അവസ്ഥ. നമ്മള് ശരിക്കും പറഞ്ഞ പൊട്ടന്മാരായി, പെണ്ണുങ്ങളെന്ന് പറഞ്ഞ പൊട്ടന്മാരാ. അപ്പൊ ആയിക്കോട്ടെ, പൊതുവെ സത്യമാണ്, ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആട്ടോ, അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ദിവ്യ. നമ്മളൊക്കെ പറയുന്ന വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, ഒരു ഹ്യൂമൻ അത്രയേ ഉള്ളൂ. അത് പെണ്ണാവണം എന്നില്ല. ആണുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡില് വാട്ട് എ മാൻ ക്യാൻ അണ്ടർഗോ, അത് ഞാൻ പോയിട്ടുണ്ട്. അത് എന്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വാട്ട് ഐ വെന്റ് ത്രൂ എന്നുള്ളത് എന്റെ അമ്മയ്ക്ക് അറിയാം. കുറെയൊക്കെ അമ്മ പോലും കേട്ടിട്ടില്ല, അമ്മയ്ക്ക് പോലും കേൾക്കാൻ പറ്റാതെ, അതായത് അത്രത്തോളം സ്ട്രെയിൻ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ അതെന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത്. അത് ക്രിസ് പറയാനും ആഗ്രഹിക്കുന്നില്ല പുറത്തേക്ക്. എന്തിന്? അതെ, പറഞ്ഞ വെറുതെ എന്തിന്? ആൾക്കാർക്ക് കാണുമ്പോ ഇവൻ ജാടയാണ്, ഇവൻ താടിയാണ്, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ, വെറും ഈ കോമാളിയാണെന്ന് പറയുന്നത് പറഞ്ഞോട്ടെ.